Textile Technology Theory Volume 14 Fabric Structure Weave Diagram Pattern representing the warp and weft interlacement is called the weave diagram. Weave diagram എന്ന് പറയുന്നത് വാർപ്പും വെഫ്റ്റും തമ്മിൽ ഇന്റർലേസ് ചെയ്യുന്ന പാറ്റേണിനെയാണ്. സാധാരണയായി വീവ് ഡിസൈൻ തയ്യാറാക്കുന്നത് ഇഞ്ച് ഗ്രാഫ് പേപ്പറിൽ ആണ്. വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായ വരകൾ കൊണ്ടാണ് ഗ്രാഫ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ വെർട്ടിക്കൽ ലൈനുകൾ വാർപ്പ് നൂലുകളെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതുപോലെ ഹൊറിസോണ്ടൽ ലൈൻ വെഫ്റ്റ് നൂലുകളെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ രണ്ട് വരകളും കൂടിച്ചേരുന്ന സ്ഥലത്ത് ലഭിക്കുന്ന ചെറിയ ചതുരം വാർപ്പും വെഫ്റ്റും ഇന്റർലേസ് ചെയ്യുന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്നു. വീവ് ഡയഗ്രം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചിത്രത്തിൽ 4 വെർട്ടിക്കൽ കോളം 4 വാർപ്പ് ത്രെഡുകളെ സൂചിപ്പിക്കുന്നു. അതുപോലെ 4 ഹൊറിസോണ്ടൽ കോളം 4 വെഫ്റ്റ് നൂലുകളെ പ്രതിനിധാനം ചെയ്യുന്നു. വാർപ്പും വെഫ്റ്റും ഇന്റർലേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ചെറിയ കോളങ്ങൾ ചിലത് ഷെയ്ഡ് ചെയ്തതായും ചിലത് ബ്ലാങ്കായും കാണപ്പെടുന്നു. ഷെയ്ഡ് ചെയ്ത കോളങ്ങൾ വാർപ്പ് നൂലുകൾ വെഫ്റ്റിൻ്റെ മുകളിൽ കൂടി പോകുന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ നൂലുകളാണ് ഫാബ്രിക്കിൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്നത്. ഒന്നാമത്തെ വെഫ്റ്റ് ത്രെഡിൻ്റെ ത്രെഡ് ഡയഗ്രം ആണ് തൊട്ടു താഴെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വൈറ്റ് കളറിൽ കാണുന്നത് വെഫ്റ്റ് ത്രെഡും ബ്ലാക്ക് കളറിൽ കാണുന്നത് വാർപ്പ് ത്രെഡും ആണ്. ഇതിൽ വെഫ്റ്റ് ത്രെഡ് ഒന്നാമത്തെ വാർപ്പ് ത്രെഡിൻ്റെ അടിവശത്ത് കൂടി പോകുന്നു. ഇതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നാമത്തെ വാർപ്പ് ത്രെഡും ഒന്നാമത്തെ വെഫ്റ്റ് ത്രെഡും തമ്മിൽ ഇന്റർലേസ് ചെയ്യുന്ന 1 1 എന്ന കോളം ഷെയ്ഡ് ചെയ്യുന്നു. തുടർന്ന് വരുന്ന 2, 3 കോളങ്ങൾ ബ്ലാങ്കായി കാണുന്നു. ഇതിനർത്ഥം വെഫ്റ്റ് ത്രെഡാണ് ഫാബ്രിക്കിൻ്റെ ഉപരിതലത്തിൽ കാണുന്നത്. ഇത്തരത്തിൽ ഫാബ്രിക്കിൽ ഉള്ള വാർപ്പ് നൂലിൻ്റെയും വെഫ്റ്റ് നൂലിൻ്റെയും ഇന്റർലേസ്മെൻറ്റ് പരിശോധിച്ച് വീവ് ഡിസൈൻ തയ്യാറാക്കാവുന്നതാണ്. വീവ് ഡിസൈനിൻ്റെ അടിസ്ഥാനത്തിൽ ഫാബ്രിക്കിനെ താഴെ പറയുന്ന വിഭാഗങ്ങളിലായി തരംതിരിച്ചിരിക്കുന്നു. 1 പ്ലെയിൻ വീവ്, 2 ട്വിൽ വീവ്, 3 സാറ്റിൻ വീവ്. പ്ലെയിൻ വീവ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഡിസൈൻ ആണ് പ്ലെയിൻ വീവ്. ഇത് നിർമ്മിക്കുന്നതിന് ഓരോ വെഫ്റ്റ് ത്രെഡും ഒന്നിടവിട്ട് ഫാബ്രിക്കിൽ ഉള്ള വാർപ്പ് ത്രെഡിൻ്റെ മുകളിൽ കൂടിയും താഴെ കൂടിയും കടന്നു പോകുന്നു. ഇത് കാരണം പരമാവധി ഇടങ്ങളിൽ വാർപ്പും വെഫ്റ്റും തമ്മിൽ ഇന്റർലേസ് ചെയ്യുന്നു. ഇപ്രകാരം നിർമ്മിക്കുന്ന തുണികൾക്ക് മറ്റ് വീവ് ഡിസൈനിനെ അപേക്ഷിച്ച് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ വീവ് ഡിസൈൻ ആണിത്. ഇതിൻ്റെ അടിവശത്തായി കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ത്രെഡ് ഡയഗ്രം ആണ്. ഡോട്ടുകളായി കാണിച്ചിരിക്കുന്നത് വാർപ്പ് ത്രെഡുകളും ഇതിൻ്റെ മുകളിൽ കൂടിയും താഴെ കൂടിയും പോകുന്നത് വെഫ്റ്റ് ത്രെഡുമാണ്. ഇതിൽ ഒന്നാമത്തെ വാർപ്പ് ത്രെഡ് വെഫ്റ്റിൻ്റെ മുകളിൽ കാണുന്നു. ഇതിനെ സൂചിപ്പിക്കുന്നതിനായി വീവ് ഡിസൈനിൽ ഒന്നാമത്തെ വാർപ്പ് ത്രെഡും ഒന്നാമത്തെ വെഫ്റ്റ് ത്രെഡും ഇന്റർലേസ് ചെയ്യുന്ന
1 1 എന്ന കോളത്തിൽ ഒരു ഇൻറ്റു മാർക്ക് ഇടുന്നു. തുടർന്ന് വരുന്ന വാർപ്പ് ത്രെഡ് വെഫ്റ്റിൻ്റെ അടിവശത്തായാണ് കാണുന്നത്. ഇത് മാർക്ക് ചെയ്യുന്നതിനായി രണ്ടാമത്തെ വാർപ്പ് ത്രെഡും ഒന്നാമത്തെ വെഫ്റ്റ് ത്രെഡും തമ്മിൽ ഇൻ്റർലേസ് ചെയ്യുന്ന 2 1 എന്ന കോളത്തിൽ ഒരു മാർക്കും ചെയ്യാതെ ബ്ലാങ്ക് ആയി വിടുന്നു. ഇത്തരത്തിൽ ഡിസൈൻ വരച്ച് പൂർത്തിയാക്കുന്നു. വീവ് ഡിസൈൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വാർപ്പ് ത്രെഡുകളും 2 വെഫ്റ്റ് ത്രെഡുകളും ഇൻ്റർലേസ് ചെയ്യുന്ന പാറ്റേൺ തുടർച്ചയായി ആവർത്തിച്ച് വരുന്നതായി കാണാം. ഇതിൻ്റെ ഡിസൈനിൻ്റെ റിപ്പീറ്റ് എന്നറിയപ്പെടുന്നു. പ്ലെയിൻ വീവിന് ചില മാറ്റങ്ങൾ വരുത്തി താഴെ പറയുന്ന ഡിസൈനുകൾ നിർമ്മിക്കുന്നു. വാർപ്പ് റിബ്, വെഫ്റ്റ് റിബ്, മാറ്റ് വീവ്, ട്വിൽ വീവ്. ഫാബ്രിക്കിൻ്റെ ഉപരിതലത്തിൽ ഡയഗണൽ ലൈൻസ് കാണുന്നതാണ് ഈ ഡിസൈനിൻ്റെ പ്രത്യേകത. ജീൻസ് ഫാബ്രിക് ട്വിൽ വീവിന് ഒരു ഉദാഹരണമാണ്. മൂന്നോ അതിൽ കൂടുതലോ വാർപ്പും വെഫ്റ്റും ആണ് ഒരു ട്വിൽ വീവിൻ്റെ ഒരു റിപ്പീറ്റിൽ ഉണ്ടാകുന്നത്. ഫാബ്രിക്കിൻ്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ഡയഗണൽ ലൈൻ ഇടതു താഴത്തെ ഭാഗത്തു നിന്ന് തുടങ്ങി വലതു ഭാഗത്ത് മുകൾ വശത്ത് അവസാനിക്കുന്നുവെങ്കിൽ ഇതിനെ റൈറ്റ് ഹാൻഡ് ട്വിൽ എന്ന് പറയുന്നു. സാധാരണയായി സ്ട്രെയിറ്റ് ഡ്രാഫ്റ്റ് ഉപയോഗിച്ചാണ് ട്വിൽ ഡിസൈൻ നിർമ്മിക്കുന്നത്. ട്വിൽ വീവിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി താഴെ പറയുന്ന ഡിസൈനുകൾ നിർമ്മിക്കുന്നു. ബ്രോക്കൺ ട്വിൽ, പോയിൻറ്റഡ് ട്വിൽ ഓർ വേവി ട്വിൽ, ഡയമണ്ട് ട്വിൽ, സാറ്റിൻ ഡിസൈൻ. നല്ല മാർദ്ദവമുള്ള തുണികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡിസൈൻ ഉപയോഗിക്കുന്നത്. ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടി വാർപ്പ് ത്രെഡ് 4 അല്ലെങ്കിൽ അതിൽ കൂടുതലോ വെഫ്റ്റ് ത്രെഡിന് മുകളിൽ കൂടി ഫ്ലോട്ട് ചെയ്യുന്നു. അതായത് ഒരു റിപ്പീറ്റിൽ വാർപ്പ് ത്രെഡിന് ഒരു ഇൻ്റർലേസ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സാറ്റിൻ നിർമ്മിക്കുന്നതിന് ഫാബ്രിക്കിൽ പിക്സ് പെർ ഇഞ്ചിനെ അപേക്ഷിച്ച് എൻസ് പെർ ഇഞ്ച് വളരെ കൂടുതലായിരിക്കും. സാധാരണയായി മെർസറൈസ്ഡ് കോട്ടൺ നൂലുകളാണ് സാറ്റിൻ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നത്. വാർപ്പും വെഫ്റ്റും തമ്മിലുള്ള ഇൻ്റർലേസ്മെൻറ്റ് കുറവായതിനാൽ നല്ല മാർദ്ദവമുള്ള ഉപരിതലത്തോടു കൂടിയ ഫാബ്രിക് നിർമ്മിക്കുവാൻ സാധിക്കുന്നു.